ഹലോ. സ്കൂൾ കലോത്സവങ്ങളൊക്കെ വരികയാണല്ലേ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന മക്കൾ സെലക്ട് ചെയ്യുന്ന സോങ്ങുകളൊക്കെ അവർക്ക് ആപ്റ്റാവാത്ത പാട്ടുകളൊക്കെ എടുത്തു വരുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എടുത്താൽ പൊങ്ങാത്ത പാട്ടുകൾ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ പാട്ടുകളും നമുക്ക് അത്രത്തോളം അത് മാച്ചാണ്, നമുക്ക് പാടാൻ അത്ര പ്രയാസമില്ലാത്ത പാട്ടുകളാണ്. അല്ലെങ്കിൽ അതിൽ വരുന്ന സംഗതികളാണെങ്കിലും അതിൽ വരുന്ന പിച്ച് കാര്യങ്ങളൊക്കെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സോങ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവം പോലത്തെ പരിപാടികളിലൊക്കെ അങ്ങനെയുള്ള കുറേ മത്സരാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റിന് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ്. പിന്നെ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ സമയത്തും ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം, പല ആളുകളും സംസ്ഥാനത്തൊക്കെ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വരാറുണ്ട്. അത് ആ ഒരു സോങ് സെലക്ട് ചെയ്തതുകൊണ്ടാണ് അവർക്ക് സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ പല ആളുകൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സോങ്ങിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമായിരിക്കില്ല, കാരണം ആ ഒരു സിംഗേഴ്സിൻ്റെ ആ ഒരു ടാലൻറ്റ് കൂടി ആയിരിക്കും. കാരണം പല ആളുകളും ഇപ്പോൾ ചെയ്യുന്ന പുതിയ കമ്പോസിങ്ങൊക്കെ പല പാട്ടുകൾക്കും നിരക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ആ പാട്ട് വെച്ചിട്ടും മത്സരാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടുന്നത് അവരുടെ ആ ഒരു സിംഗിങ് ക്വാളിറ്റി കൊണ്ടും അവരുടെ ആ ഒരു പ്രാക്ടീസ് കൊണ്ടും പിന്നെ ഹാർഡ് വർക്ക് കൊണ്ടും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പാട്ടുകൾ മാത്രം എടുക്കുക. കാരണം പ്രയാസപ്പെട്ട പാട്ടുകൾ എടുത്ത് പാടി ഒരു ബി ഗ്രേഡൊക്കെ ആകുന്നതിലേറെ നല്ലത് കുറച്ച് സിമ്പിളായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ട് എ ഗ്രേഡ് നേടുന്നതാണ്. അപ്പം കുറച്ച് റിസ്ക് ആയിട്ടുള്ള പാട്ടുകൾ എടുത്ത് പാടാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാം. എന്തായാലും പാട്ടുകളിലെ വരികളും അതുപോലെ പാട്ടിൻ്റെ ശ്രുതിയും കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം വേദിയിൽ കയറാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രുതി, താളം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ബൈ.